ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു റമദാൻ വ്ളോഗായിട്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് കൂടെ ചെയ്യണേ. അതാ ഞാൻ കിച്ചണിൽ ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കയറിയിട്ടുള്ളത് കേട്ടോ. ആദ്യം തന്നെ ഇന്ന് മുട്ട ബജി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ കറി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കറിയാണ് കേട്ടോ, കുക്കറിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് പട്ട, അതുപോലെ തന്നെ ബേ ലീഫ്, ഏലക്കായ, പിന്നെ അതൊന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു സവാളയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴന്ന് വരാൻ തുടങ്ങുമ്പോൾ ഇനി ഇതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കറി ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വെക്കും കേട്ടോ. അതിനുശേഷമാണ് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കാറുള്ളത്. അതിനതാ ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴന്ന് വന്ന് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നല്ലപോലെ തന്നെ ഒന്ന് വഴണ്ട് വന്ന് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിത് അവിടെ ആദ്യം തന്നെ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിൽ മിസ്സായി പോയിട്ടുണ്ട്. അതിന് ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് അത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ തക്കാളിയൊക്കെ നല്ല പോലെ തന്നെ കുക്കായി കിട്ടും. അതിനതാ ഇനി അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇന്നിപ്പോൾ തേങ്ങ ഒന്നും അരക്കാത്ത കറിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് വെച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ കറി ഇവിടെ റെഡിയായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇന്ന് പത്തിരിയാണ്. പത്തിരി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ റെഡിയാക്കി വെക്കുന്നത്. അങ്ങനെ പത്തിരി ചുടാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നു കേട്ടോ. പത്തിരി ആദ്യം തന്നെ രാവിലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ പത്തിരിയൊക്കെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നു. അങ്ങനെ പത്തിരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മുട്ട ബജിക്കുള്ള മാവ് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മുട്ടയല്ലേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് മാവാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. കടലമാവും മൈദമാവും അരിപ്പൊടിയും പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു പിഞ്ച് കായപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ ബാറ്റർ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇന്ന് റെഡിയാക്കുന്നത് സ്നാക്സ് ആയിട്ട് പിന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുന്നേ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മസാല ഉണ്ടല്ലോ ഫില്ലിങ് അത് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും കുറച്ച് ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഫില്ലിങ് റെഡിയാക്കി വെച്ചാൽ സ്നാക്സുകളൊക്കെ റെഡിയാക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ അതിൽ നിന്നും ഞാൻ ആ ഒരു സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള മസാല ഫില്ലിങ് കുറച്ചൊന്ന് എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള മയോണൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുള്ളത് എടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ്. അതൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ചില്ലി സോസാണ്. അത് ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അങ്ങനെ അതാ ഇതിലേക്ക് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഫില്ലിംഗ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതാ മുട്ട ബജി റെഡിയാക്കി തുടങ്ങാം കേട്ടോ. ഞാനിതാ ഇവിടെ 3 മുട്ടയാണ് അത് ഇതുപോലെ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് ഓരോന്നായിട്ട് മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അനതാ ഓരോ മുട്ടയിട്ട് ഇതിലേക്ക് മാവിൽ മുക്കിയിട്ട് അങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ അതാ മുട്ട ബജിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ നോർമൽ ബ്രെഡ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കാം. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഫില്ലിങ് ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കാം. നിങ്ങൾക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ബട്ടറോ അതല്ലാന്നുണ്ടെങ്കിൽ സോസോ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാനിതാ ചീസിൻ്റെ സ്ലൈസ് ഉണ്ടല്ലോ അത് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അത് ഓരോന്നിലായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. അതെൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ വെച്ച് കൊടുത്തേ ഉള്ളൂ. ഇതിന് പകരം നിങ്ങൾക്ക് മൊസറല്ല ചീസൊക്കെ ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഓരോ സ്ലൈസ് ബ്രെഡും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിപ്പോൾ ഇത് എയർ ഫ്രയറിലാണ് കേട്ടോ റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് പാനിൽ വേണമെങ്കിൽ അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടൊന്ന് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ 160 ഡിഗ്രിയിൽ 5 മിനിറ്റാണ് കേട്ടോ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്കും തന്നെ നല്ല പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ ബ്രെഡ്. ആ ഒരു ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് തന്നെ വരും. അപ്പോൾ ഇതാ നമ്മൾ എയർ ഫ്രയർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിജിൻ്റെ എയർ ഫ്രയർ ആയിരുന്നല്ല കയ്യിലുണ്ടായിരുന്നത്. അതിന് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ അത് ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ വാങ്ങിച്ചതല്ലായിരുന്നു. നമുക്ക് ഹസ്ബൻഡിനൊരു ജ്വല്ലറിയിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ ആനിവേഴ്സറിക്ക് പാർട്ട്ണർമാർക്കൊക്കെ അങ്ങനെ കൊടുത്ത സമയത്ത് അങ്ങനെ കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ തന്നെ ആ ഷോപ്പിൽ തന്നെ കൊണ്ടുകൊടുത്തിട്ട് ഇത് പിന്നെ ഞങ്ങൾ വേറെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിന് ഏകദേശം 8 സംതിങ് വരുന്നുണ്ട് കേട്ടോ റേറ്റ്. ഇത് ഹാഫിലിൻ്റെതാണ്. അതുപോലെ തന്നെ ആ ഒരു പിജിൻ്റെ എയർ ഫ്രയർ അപേക്ഷിച്ച് അതിലേറെ ഒന്നും കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് കേട്ടോ. പിന്നെ അതാ മോളിന്ന് പിസ്ത വെച്ചിട്ടുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ അതാണ് റെഡിയാക്കുന്നത്. പിസ്തൻ്റെ എസൻസ് വെച്ചിട്ടുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അവൾ തന്നെയാണ് ഇത് റെഡിയാക്കുന്നത്. കസ്കസ് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആൾ പറഞ്ഞു ഞാൻ തന്നെ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ തന്നെയാണ് കേട്ടോ അത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇതാ ഒരു ടൈഗറിൻ്റെ പിസ്തേൻ്റെ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ഡ്രോപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നത് തന്നെയാണല്ലോ അല്ലേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് പിന്നെ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ആ ഒരു നമ്മൾ കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കസ്കസും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ ഈ ഒരു പിസ്തേൻ്റെ വെള്ളം ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് ഇതാണ് റെഡിയാക്കിയിട്ടുള്ളത്. ജ്യൂസൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ കേട്ടോ. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അതിനതാ നമ്മൾ പിസ്തേൻ്റെ ആ ഒരു വെള്ളം കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഐസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ അവിൽ മിൽക്ക് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഒരു നല്ല പഴുപ്പായിട്ടുള്ള പഴം ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അത് വെച്ചിട്ട് ഇനി അവിൽ മിൽക്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അവിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ആ ഒരു പഴം ഒന്ന് കൈ വെച്ചിട്ടൊന്ന് 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഇതാ നമ്മളെ ബ്രെഡൊക്കെ സാൻഡ്വിച്ചൊക്കെ കൂടെ നല്ല പോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ആ ഒരു ചീസൊക്കെ നല്ല പോലെ മെൽറ്റായി ബ്രെഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണിത് കഴിക്കാൻ. അതിനതാ ഒരു സമയം കൊണ്ട് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരവും അതുപോലെ തന്നെ ചായപ്പൊടിയൊക്കെ പാലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിന്നു. അങ്ങനെ ഇതാ ഫുള്ളായിട്ട് കൗണ്ടർ ടോപ്പും ഗ്യാസ് ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അങ്ങനെ വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അവിൽ മിൽക്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു കടലയും അതുപോലെ കാഷ്യൂസാണ് ഉണ്ടായിരുന്നത്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് അവിൽ ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. നല്ല തണുത്ത പാൽ വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഇതാ എല്ലാ ഐറ്റംസും അങ്ങനെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പിസ്ത വെള്ളവും അതുപോലെ അവിൽ മിൽക്കും മുട്ട ബജിയും സാൻഡ്വിച്ചും പിന്നെ അന്ന് ഫ്രൂട്ട്സായിട്ട് വാട്ടർ മെലനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഈത്തപ്പഴമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇതാ നോമ്പൊക്കെ തുറന്ന് ഞങ്ങൾ ഒരു അവിൽ മിൽക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. റോബസ്റ്റ പായം വെച്ചിട്ടാണ് ഞാനിത് റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ പത്തിരിയും കറിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചായ കുടിച്ചത്. പിന്നെ ഇതാ പലിച്ചക്കുള്ള ചോറ് ഇന്ന് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചോറ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കറികളൊക്കെ റെഡിയാക്കുന്നത് പലിച്ചക്ക് എണീച്ചിട്ട് തന്നെയാണ്, അത്താഴത്തിന് എണീച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ചീര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചീര ഒന്ന് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് റെഡിയാക്കുന്നത് കേട്ടോ. ചീര കണ്ടപ്പോൾ എനിക്കൊന്ന് ഇന്ന് അത്താഴത്തിന് ചോറ് കഴിക്കാൻ തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ചോറ് ഉണ്ടാക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് കഴിക്കാറുള്ളത്. ഇന്നിപ്പോൾ അങ്ങനെ ചീര ഉണ്ടായ സമയത്ത് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചീരക്കറി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഒരു പാൻ വെച്ച് കൊടുത്ത് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി അരിഞ്ഞിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് തിളച്ച് വരുമ്പോൾ ഉപ്പും ഈ ഒരു ചീരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അത് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. നമ്മൾ ഈ മലപ്പുറംകാർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കറിയാണല്ലോ അത്താഴത്തിൻ്റെ ഈ ഒരു താളിപ്പ്. അങ്ങനെ അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കറി ഇതാ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഏത് ഇല വെച്ചിട്ടും ഈ ഒരു കറി റെഡിയാക്കി എടുക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതിൽ മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ വിട്ടുപോയതാണ്. പിന്നെ ഇതിലേക്ക് ഇന്ന് മീൻ ഞാൻ വൈകുന്നേരം തന്നെ മസാലയൊക്കെ പൊട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു താളിപ്പും അതുപോലെ തന്നെ മീനും നല്ലൊരു കോമ്പിനേഷനാണ് അല്ലേ ഈ ഒരു അത്താഴത്തിൻ്റെ സമയത്ത്. പിന്നെ എന്താ നല്ല അടിപൊളി കട്ടൻ ചായയും ഇങ്ങനെ പിന്നെ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ അത്താഴമൊക്കെ കഴിച്ചു. പിന്നെ അതിൻ്റെ ശേഷം ഇന്നിപ്പോൾ സ്കൂളും എനിക്ക് കോളേജൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോനിന്ന് ലഞ്ച് കൊണ്ടുപോകണം. അപ്പോൾ അവനിന്ന് ഒരു പാസ്ത മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സോസൊക്കെ വെച്ചിട്ട് റെഡിയാക്കിയിട്ടുള്ള ഒരു പാസ്തയാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നില്ല, ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാങ്ക് കൊടുക്കാൻ ഇനിയും ടൈം ഉണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തീർത്തു. കാരണം ഇന്ന് കോളേജിൽ പോകേണ്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ നിന്നു കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ബാങ്കൊക്കെ കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഞാൻ കുറച്ച് സമയം ഒന്ന് ഇരുന്നിട്ട് ഓതി. പിന്നെ ബാങ്കൊക്കെ കൊടുത്തതിൻ്റെ ശേഷം ഒന്നും കൂടെ ഒന്ന് ഖുർആൻ ഓതിയതിൻ്റെ ശേഷം പിന്നെ ഒന്ന് കിടന്നിട്ട് പിന്നെ ഒരു ഏകദേശം ഒരു 7 മണി 7:15 ആയ സമയത്താണ് കേട്ടോ പിന്നെ എണീറ്റിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ മോന് ചായയൊക്കെ കൊടുത്ത് പിന്നെ ഇത് ഇന്നലെ രാത്രി നല്ല പോലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് കാണുന്നത് മുറ്റത്ത്. അങ്ങനെ ഞാൻ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ കുറച്ച് സമയം ഒന്ന് ഓതി. പിന്നെ ഒരു 7:15 ആയ സമയത്ത് എണീറ്റിട്ട് പിന്നെ മക്കളെയൊക്കെ സ്കൂളിലേക്ക് വിട്ട് ഞാനും അങ്ങനെ കോളേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ ബസ്സിൽ കയറിയിട്ട് അവരെ വിട്ടതിന് ശേഷം ഞാൻ ബസ്സിൽ കയറി അങ്ങനെ ഞാനും വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന പോലെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ടും കൂടെ അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരോടും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.